ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന കർത്താവിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിരിയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് യേശുക്രിസ്തു ആര് എന്ന് ഈ ലോകം ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകളും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചുമാണ് നാം ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനം. കാരണം യേശുക്രിസ്തുവിലുള്ള മനുഷ്യത്വം, ദൈവത്വം അല്ലേ, അതിനെ നിഷേധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശാസ്ത്രത്തിനും ഒരു വേദ പണ്ഡിതന്മാർക്കും ഒരു വാഗ്മികൾക്കും കഴിയില്ല. മറ്റ് വേതൊരു മതപ്രമാണങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജാതീയ രാജ്യമായിരിക്കും നെബൂഖദ്നേസർ പറഞ്ഞത് 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിക്കുക. അപ്പം ദൂരാ സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ അല്ലേലിയ നമസ്കരിക്കയില്ല എന്ന് ശദ്രക്ക് മേശക്ക് അബിനോ എടുത്ത കടുത്ത തീരുമാനം. ആ തീരുമാനം അവരെ എന്ത് ചെയ്യുന്നു? എരിയുന്ന തീച്ചുളയിലേക്ക് കൊണ്ടുപോവുകയാണ്. വണങ്ങിയിലേക്ക് അവരെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയുക എന്നാണ്. അപ്പൊ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം വാക്യം വായിക്കുമ്പോൾ ശദ്രക്ക് മേശക്ക് അബിനോ എന്നീ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവനായി എരിയുന്ന തീച്ചുളയിൽ നിന്നും നെബൂഖദ്നേസർ രാജാവ് അല്ലേലിയ ഭ്രമിച്ചു, തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് തന്റെ മന്ത്രിമാരോട് അല്ലേലിയ നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീച്ചുളയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അല്ലയോ എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ അല്ലേ രാജാവെ എന്ന് ആമൻ രാജാവിനെ ഉണർത്തിച്ചു. അതിനവൻ പറയുകയാണ് 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. 4-ാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പം തീച്ചൂളയിലും നമ്മുടെ ദൈവത്തിന്റെ മുഖതേജസ് എന്ന് പറയുന്നത് ആമൻ എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവമക്കൾ ചിന്തിച്ചോണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂള ഇട്ട് കഴിഞ്ഞപ്പം അവരെ വിടിവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനോട് സമനായ തേജസ്സുള്ള മഹത്വത്തിന് മഹത്വമേറിയ കർത്താവ്, ആ കർത്താവ് നിങ്ങളുടെയും കഷ്ടതയിൽ നിങ്ങളെ വിടിവിക്കും. ഇതുപോലെ എരിയുന്ന തീച്ചുളയ്ക്ക് സമാനമായി നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോഴേ 4-ാമതായി ഒരുവൻ നിന്നോട് കൂടെ ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുക ശക്തന. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്താണ്? 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ഉത്തമഗീതത്തിൽ അല്ലേലിയ നമ്മുടെ ശലോമോൻ പറഞ്ഞ അല്ലേലിയ ഒരു ഭാഗമുണ്ട്. ഉത്തമഗീതം നമ്മൾ വായിക്കുമ്പോൾ ഉത്തമഗീതം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മഹത്വം അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു: എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ അല്ലേലിയ 10,000 പേരിൽ അതിശ്രേഷ്ഠം തന്നെ. അപ്പൊ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ അല്ലേലിയ ആമേൻ തീയിൽ 4-ാമനായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ്, തേജസ്സിന്റെ തേജസ് പ്രാപിച്ചവൻ, മഹത്വത്തിന്റെ മഹത്വമുള്ളവൻ അല്ലേലിയ കെരൂബുകളും സാറാഫുകളും ഒരുമിച്ച് പാടി വാഴ്ത്തി സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന നാമമുള്ളവൻ അല്ലേലിയ. ആ കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്റെ പ്രിയൻ അല്ലേലിയ വെണ്മയും ചുമപ്പുമുള്ളവൻ. അതെ, ഇങ്ങനെ ഒരു ദൈവത്തെ ഈ ഉലകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ പ്രിയൻ ആരാണ്? വെണ്മയും ചുമപ്പുമുള്ള 10,000 അതിശ്രേഷ്ഠനാണ്. ഈ വെണ്മയും ചുമപ്പുമുള്ള 10,000 അതിശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവാണ് എരിയുന്ന തീച്ചൂളിലേക്ക് വീണ് കഴിഞ്ഞ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും പറയട്ടെ, ശ്രോതാവേ, നിന്റെ ഭവനത്തിനകത്ത് എരിയുന്ന തീച്ചുകളുടെ അനുഭവമാണോ? നിന്റെ കുടുംബത്തിനകത്ത് എരിയുന്ന തീച്ചുകളുടെ അനുഭവമാണോ?
നീ ജീവിതത്തിൽ വളരെ നിരാശയുടെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണോ? ജീവിതത്തിൽ ആരും ഒരു സഹായമില്ല, ഒരു കൈത്താങ്ങില്ലാതെ കണ്ണുനീർ തൂക്കുന്ന വ്യക്തിയാണോ? മതി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചൊക്കെ എന്ന പിശാചിന്റെ ചിന്തകൾക്ക് നീ അധീനരായി പാർക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഹല്ലേലൂയ, എന്റെ പ്രിയവൻ വെണ്മയും ചുമപ്പുള്ളവൻ 10,000 അതിശ്രേഷ്ഠനായ ദൈവം തേജസ്വിയിൽ തേജസ് പ്രാപിച്ച മഹത്വത്തിന് മഹത്വമുള്ള ദൈവപുത്രനോട് സമത്വമുള്ള ദൈവത്തിനോട് ഒത്തിരിക്കുന്ന യേശു നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുക. പ്രൈസ്. അപ്പൊ നെബൂഖദ്നേസർ രാജാവ് പോലും ഭയപ്പെട്ടു പോയി, ഭ്രമിച്ചു എന്നുള്ളതാണ്. നമ്മൾ 3 പേരെയല്ലേ തീരിട്ടത്, പക്ഷെ 4-മനൊരുവൻ, അതാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത്. അല്ലേ, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് വെണ്മയും ചുമപ്പുള്ളവൻ 10,000 ശ്രേഷ്ഠനാ. ഇസ്രായേൽ ജാതിയെ തകർക്കുവാൻ ഈ ഉലകത്തിന് ആർക്കും കഴിയത്തില്ല. പുതിയ നിയമ ഇസ്രായേലിനെ, പുതിയ നിയമ സഭയെ തകർക്കാൻ ആർക്ക് കഴിയും? അല്ലേ, കാലാകാലങ്ങളായി പല യുദ്ധതന്ത്രങ്ങളും പലരും മെനഞ്ഞിട്ടും, പല പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ടും, വെല്ലുവിളികൾ കൊണ്ടുവന്ന് രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടും, കൂട്ടമായി തകർത്ത് കളയാൻ പദ്ധതിയിട്ടിട്ടും, അല്ലെങ്കിൽ പിശാച് പദ്ധതിയിട്ടിട്ടും, അവിടേക്ക് ദൈവസഭ, ദൈവമക്കൾ, പുതിയ നിയമ ഇസ്രായേൽ സഭ ഇത്രമാത്രം വളരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവരെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം അവർ മഹത്വത്തിന്മേൽ മഹത്വമുള്ള തേജസ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കളാ. ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട സഹോദര, പ്രൈസ്. ഹല്ലേലൂയ. ഇവിടെ ശാസ്ത്രമല്ല വലുത്. ശാസ്ത്രം പലതും കണ്ടുപിടിക്കും, നല്ല കാര്യമാണ്. അവരുടെ അറിവും ജ്ഞാനവും കഴിവുമൊക്കെ, പക്ഷെ ദൈവം കൊടുക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തെക്കാൾ വലിയവനാണ് ദൈവം. ഹല്ലേലൂയ. ശാസ്ത്രം പോലും ഹല്ലേലൂയ വിജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ബഹിരാകാശ യാത്രയ്ക്ക് പോയ അസവൻ, എന്തോ വിഗ്മോർന്ന് പറഞ്ഞ അസവൻ, പെരിയനെ മറന്നുപോയി. അദ്ദേഹം ഭൂമിയിൽ വന്ന് അല്ലെ അദ്ദേഹത്തിന്റെ ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ, ബഹിരാകാശത്തായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സൃഷ്ടി വൈഭവത്തെയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ ഇവിടെ ശാസ്ത്രമില്ലെന്ന് പറഞ്ഞു. അതെ, നമ്മളൊക്കെ ഭൂമിയിൽ ഇത് ചിന്തിക്കുന്നവനാ. അവർ ബഹിരാകാശത്ത് പോയി ദൈവത്തിന്റെ തേജസ് കണ്ടു, ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈഭവത്തെ കണ്ടവരാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുക. യേശു ആരാണ് എന്നൊക്കെ ചോദിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ എളിവിരി കൊള്ളാതെ, യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ കരി തുള്ളി നിൽക്കാതെ നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുക. ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് കോപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അരിശം വരുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും നിങ്ങൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ വ്യാപരിക്കുന്ന സാത്താന്റെ ആത്മാവാണ്. യേശുവിനെ പ്രസംഗിക്കുമ്പം ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വരണം, നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വരണം, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരണം, പാപബോധം വരണം. നിങ്ങൾ അനുദപിച്ച് മടങ്ങി വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിത്യജീവനെ പ്രാപിക്കണം. അല്ല, യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കലി തുള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളെ നടത്തുന്നത് സാത്താന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ഇവിടെ യേശുവിനെ കുറിച്ചല്ലാതെ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നത് നിന്റെ കുടുംബം നന്നാവുമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന മത നേതാക്കന്മാർ, രാഷ്ട്രീയം കളിക്കുന്നവർ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉയർത്തിക്കൊണ്ട് നടന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ നിൽക്കുന്ന സംഘടനകൾ ഉയർത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ മത മേലാളന്മാരെ ഉയർത്തിയിട്ട് എന്തെങ്കിലും കാര്യം? ഒരു കാര്യമില്ല. അവരെ ഉയർത്തിക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മനുഷ്യനെ ആശ്രയിക്കുന്നവനൊക്കെ പരാജയപ്പെട്ടു പോകും. എന്നാൽ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവൻ അവൻ ഒരിക്കലും പരാജയപ്പെടില്ല. അവന്റെ കുടുംബം അനുദീനമാഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇന്ന് പകൽ ഈ വചനം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധന്മാവ് 2025 ഹല്ലേലൂയ സ്തോത്രം, ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. പ്രൈസലോ. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അതിശ്രേഷ്ഠമായ ഇരിക്കുന്ന തീച്ചുളയിലേക്ക് ഇറങ്ങി വന്ന സ്തോത്രം കർത്താവായ യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. നീ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെങ്കിൽ അതിന്റെ ദൈവം വിടുവിക്കാൻ പോവുകയാണ്. നിന്റെ കടക്കണിയിൽ ദൈവത്തിന് വിടുവിക്കാൻ പോവുകയാണ്. ഒരു തുണ്ട് ഭൂമിയില്ലാതെ, ഒരു സ്ഥലമില്ലാതെ ദീർഘകാലങ്ങളായി വാടക കൊടുത്ത് ജീവിതം നിരാശപ്പെട്ട്, വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന, കണ്ണുനീരൊഴുക്കുന്ന ചില സഹോദരനോടെ പറയട്ടെ, നീ യഥാർത്ഥമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നങ്ങളിടയിലേക്ക് ഹല്ലേലൂയ 4-മനായി കർത്താവിന് ഇറങ്ങി വരും. രക്തം ചെയ്യും. വിശ്വസിക്കുക, കരമടിച്ചൊക്കെ ദൈവത്തിന് സ്തുതിക്കുക. ദൈവവചനം ജീവനാ കേട്ടോ. ഈ ലോകത്ത് ജീവനുള്ള ഒരു പുസ്തകം ഉണ്ടെങ്കിൽ സത്യവേദ പുസ്തകം ബൈബിളാണ്. ഹല്ലേലൂയ. അപ്പം ജീവന്റെ വചനമാണ് നമ്മൾ ഈ കേൾക്കുന്നത്, ജീവന്റെ വചനം. അതുകൊണ്ട് യേശു ആരാണെന്ന് ചോദിക്കാതെ അവൻ ആരാണ്, അവനെ ഞാൻ അറിയില്ല, അവൻ എന്ത് ചെയ്യും,
അവനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്ന എവിടെയും പറയട്ടെ. ചില ക്രൈസ്തവ കുടുംബത്തിലൊക്കെ സുവിശേഷം അറിയിക്കാൻ ചെല്ലുന്ന കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെല്ലാം തികഞ്ഞവരാ, ഞങ്ങൾക്കെല്ലാം നന്നായിട്ട് ബോധ്യമാണ് എന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. അവർക്കെല്ലാം അറിയുമായിരുന്നെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചേനെ. യേശുക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണല്ലോ അവർ പലതിനെയും അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യും. എന്റെയൊക്കെ ജീവിതം അങ്ങനായിരുന്നു. യേശുവിനെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ പ്രിയൻ വേണ്ടയും ചുമപ്പോഴും 10,000 അത് ശ്രേഷ്ഠെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ എന്റെ ഹൃദയത്തിൽ ആ യേശുവിന് വേണ്ടി ഇടം കൊടുത്തു. എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ യേശു വസിക്കാൻ തുടങ്ങി. എന്റെ ശരീരമാകുന്ന മന്ദിരം അവന്റെ ആലയമായിട്ട് ഞാൻ വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലേക്ക് വന്നു. ആത്മാവിൽ എനിക്ക് സന്തോഷം തന്നു, സമാധാനം തന്നു. എന്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു. ഹല്ലേലൂയ, രക്തം ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. കാരണം അവൻ അത്ഭുതം മന്ത്രിയ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കാൻ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്കുള്ള ഗ്രാമത്തിലേക്ക് 2 ശിഷ്യന്മാർ പോയെങ്കിലും മൂന്നാമതൊരാളായി, അവരറിയപ്പെടാത്തവനായി, സ്നേഹവാനായ യേശു അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിന്റെ മരണ അടക്കത്തിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ 2 പേര് എമ്മൂസിലേക്ക് പോകുമ്പോൾ അവർ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അറിയാത്തവനായി മൂന്നാമതൊരാൾ അവരോടൊപ്പം ചേർന്ന് നടന്നു. ഹല്ലേലൂയ. അത് യേശുക്രിസ്തു ആയിരുന്നു എന്ന് പിന്നീട് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതെ, 2 പേരുടെ കൂടെ മൂന്നാമനായി ഒരു യേശു വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സ്വത്രം മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പൊ 2 or 3 പേർ അവന്റെ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ നമ്മുടെ കർത്താവുണ്ട് കേട്ടോ. നമ്മുടെ കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മദ്യമടിച്ചും മയക്കുമരുന്ന് ഈ ലോകത്തിൽ ജഡിക ജീവിതം ചെയ്യുന്നവർ, ദുർനടപ്പാചരിക്കുന്നവർ, ജഡത്തിന്റെ പ്രവൃത്തിയിലൂടെ കടന്നുപോകുന്ന പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ, അനാത്മികൻ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ലെന്നുള്ള മൂടന്മാർ, തീവ്രവാദികൾ, വർഗീയവാദികൾ, അവർ യേശുവിനെ എതിർക്കും. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് അല്ലെങ്കിൽ അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തെ സ്തുതിക്കും തോറും നീ ആരോഗ്യപൂർണനായി മാറും. ദൈവത്തെ സ്തുതിക്കും തോറും നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തെ സ്തുതിക്കും തോറും നിന്റെ കുടുംബം മേൽക്കുമേൽ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ 2 പേര് ദൈവാമേ ഭവനത്തിൽ ആരാധിക്കാനുള്ളെങ്കിൽ നിങ്ങളുടെ 2 പേരുടെ ആരാധന തന്നെ 3-ാമനായി ഇറങ്ങി വരും. നിങ്ങളിൽ 3 പേരായി ഉള്ളെങ്കിൽ 4-ാമനായി ഇറങ്ങി വരും. അതെ, അവൻ കൈവിടുന്നവനല്ല. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതെ, നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയെന്നില്ലെന്ന് പറഞ്ഞ യേശു ഭാര്യ ഭർത്താവിനെ കൈവിട്ട് കളഞ്ഞ് അടുത്ത ഭാര്യയെ തെരഞ്ഞെടുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ കളഞ്ഞിട്ട് അടുത്ത ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നു. ഭർത്താവ് ഭാര്യയെ കളഞ്ഞിട്ട് അടുത്ത ഭാര്യയെ തെരഞ്ഞെടുക്കുന്നു. മക്കൾ ഇഷ്ടമുള്ളവരൊക്കെ തെരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കാലം. അവരെല്ലാം കൈവിടപ്പെട്ടു പോകുന്നു. എല്ലാം ശാശ്വതമല്ല. ഭൂമി മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നു ശാശ്വതം, പക്ഷെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അത് നിലനിൽക്കും കേട്ടോ. രക്തം ചെയ്യും. എത്ര ജീവിതങ്ങളാണ്, എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി കിടക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ ആരോടും പറയാതെ, ആരോടും നീ വെളിപ്പെടുത്താതെ നീ ഒളിഞ്ഞിരുന്ന് മറച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന്റെ നടുവിലേക്ക് ആ 4-ാമൻ ഇറങ്ങി വരിക. പ്രിയ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് രാമൻ പറഞ്ഞിട്ട് ചില കുടുംബങ്ങൾ കണ്ണുനീരിന്റെ നടുവിലാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾ എന്നെ വിളിച്ചപ്പോൾ അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കേട്ടപ്പോൾ അവരോട് പറയുക, ഇനി എന്റെ ആത്മഹത്യ മാത്രമേ ഉള്ളൂ. ഈ മാസം ലാസ്റ്റ്, അടുത്ത മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വാങ്ങിയ പൈസകൾ കൊടുക്കാനുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യണം? പാസ്റ്റർ മറുപടി പറഞ്ഞതാണ്. ഹല്ലേലൂയ. അതൊരു നടുറോട്ടിൽ വെച്ചാ. അപ്പൊ ഞാനത് കേട്ട് കഴിഞ്ഞാൽ ആ സങ്കടം ഞാൻ ഏറ്റെടുത്തു. ആ സങ്കടം ഞാൻ ആ നടുറോട്ടിൽ വെച്ച് ഏറ്റെടുത്തിട്ട് ഞാൻ പറഞ്ഞു, സഹോദര ഭാരപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പും അതിൽ 10,000 അത് ശ്രേഷ്ഠനാ. അവൻ ശത്രുക്ക് മേശക്ക് അഭിനയ തീർച്ചപ്പം 4-ാമനായി ഇറങ്ങി വന്നവനാ. ഒരു പോറൽ പോലും ഇവർക്കാതെ, ചൂടും തട്ടാതെ, രോഗം പോലും കഴിഞ്ഞു പോകാതെ തീയിൽ നിന്ന് അവരെ വീണ്ടെടുത്തവനാ. ആ യേശു നിന്റെ കടക്കിണിയെ തീർത്ത് തരുമെന്ന് പറഞ്ഞു.
ആ സഹോദരൻ എനിക്ക് ജാതിയോ മതമോ ഒന്നും വിഷയമില്ല, എനിക്ക് തല ഉയർത്താൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് തകർന്നിരിക്കുക, കുടുംബം തകർന്നിരിക്കുക, ആരോട് ചോദിച്ചാൽ ഒരു വാക്ക് പോലും മറുപടിയില്ല, എല്ലാവരും എന്നെ കാണുമ്പോൾ മാറിപ്പോവുകയാണ്, അത്രമൊത്തം തകർന്നു. ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണേയായി. പ്രൈസണം. അത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനവിടെ നടുവിലുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇവിടുന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പാട്ടപിറക്കി വരുന്ന തമിഴ്നാട്ടുകാരെ നമ്മൾ വളരെ പുച്ഛത്തോടെ അവരെ കാണുന്നത്. നമ്മളെപ്പോലെ സൗന്ദര്യമില്ല, നമ്മളെപ്പോലെ ആരോഗ്യമില്ല, നമ്മളെപ്പോലെ വസ്ത്രധാരണമില്ല. അതുകൊണ്ടൊക്കെ അവര് ചെളിയിലും കുണ്ടിലും ഒക്കെ കിടക്കുന്ന സാധനങ്ങൾ പെറുക്കി ഉപജീവനം നടന്നുകൊണ്ട് അവരെ അങ്ങോട്ട് എല്ലാവരും ഇഷ്ടപ്പെടില്ല, അവരെ കാണും മാറിപ്പോകും. പക്ഷെ അതിനകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുണ്ട്. സത്യദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളിനകത്തുണ്ടെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, ഹല്ലേലൂയ, അയ്യാ അവിടെ നിൽക്കേ, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നു. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരുപാട് പേര് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? തമിഴ്നാട്ടുകാർ പാട്ടപ്പറക്കുന്ന. ഞാനോട് നിങ്ങളുടെ വിഷയങ്ങൾ പറ. അപ്പൊ അവരെന്ന് പറഞ്ഞു, നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, നല്ല കൃഷികളുണ്ടായിരുന്നു, കുടുംബമായി സന്തോഷപ്പോയതാ. അവസാനം വിവിധ കാരണങ്ങൾക്ക് കടം കയറി, നഷ്ടപ്പെട്ടു, ഇപ്പം ജീവിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇവിടെ വന്ന് ഈ പാട്ടപ്പുറക്കി ജീവനെ കഴിക്കുക. ഞങ്ങൾക്കൊരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ സങ്കടപ്പെട്ടു പോയി. കാരണം ദൈവമക്കളെ മനസ്സിനകത്തെ ആഗ്രഹവും ഈ ദേശത്ത് കടന്ന് പാട്ടപ്പിറക്കിയാണ് ജീവിക്കുന്നെങ്കിലും അവരുടെ ഉള്ളിലെ ദൈവസ്നേഹം കണ്ടപ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കുകൊണ്ടേയായി, എനിക്ക് അത്രയും ദൈവസ്നേഹം ഉണ്ടോ. അതേപടി നമ്മൾ ആരെയും കുറച്ച് കാണരുത്. ഹല്ലേലൂയ. ഇപ്പൊ സുവിശേഷം പറയുന്നത് ആരെയും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ സുവിശേഷം പറയാനായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളൊരു സുവിശേഷം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ചുറ്റുവട്ടത്തുള്ളവരാണ് കൂടി എന്തോ വലിയ കണ്ടുകൊണ്ട് വലിയ തീവ്രവാദികളെ കാണുന്നവരെ നമ്മളെ കാണുന്നത്. എന്നിട്ട് അവരങ്ങോട്ട് കുറെ സഹോദരിമാരങ്ങോട്ട് കൂടിയിരുന്ന് അങ്ങോട്ട് ആലോചിച്ച് കുറച്ചു നേരം അതിലങ്ങോട്ട് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, എന്താ അവിടെ പരിപാടി അല്ലേ എന്നൊക്കെ അപവാദം പറയുന്ന ഒരു കൂട്ടന്റെ നടുവിലാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാലും അത്രമാത്രം അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ ഒരാൾ കടന്നു വന്നാൽ, ദൈവത്തെ സ്തുതിപ്പാൻ ഒരാൾ കടന്നു വന്നാൽ അതിന്റെ പേരിൽ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഈ ദേശവാസികൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും തലമുറയിൽ മേലും വെളിപ്പെടാൻ സമയമായി. അപവാദങ്ങളുടെ വേദനകളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതെ, ഒരുവൻ രക്ഷയ്ക്ക് വേണ്ടി ഓടി വരുമ്പോൾ അവനെ തള്ളിക്കളയുന്നതല്ല ക്രിസ്തുവിന്റെ സ്നേഹം. ഒരുവൻ നല്ല രക്ഷയ്ക്കാൻ കാക്ഷിക്കുന്നുണ്ട് ഞാൻ അതിലാക്കുമെന്ന ദൈവത്തിന് വചനം. അതേ, ജീവിതത്തിൽ തകർന്ന് കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു വരുന്ന വസ്ത്രം നോക്കി, നിറം നോക്കി, അവന്റെ സാഹചര്യം നോക്കി, അവന്റെ സൗന്ദര്യം നോക്കി അവനെ വിധിക്കരുത്, അവനെ മാറ്റി നിർത്തരുത്. അവനെ ചേർത്ത് പിടിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അപ്പൊ ഇപ്പൊ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മളെ ഏറ്റവും ഇല്ലാതെ നമ്മൾ അപവാദം പറഞ്ഞുണ്ടാക്കുക. അതിനുവേണ്ടി ചില ആളുകൾ രാവിലെ ചട്ടം കെട്ടി അങ്ങ് ഇറങ്ങുക. വീട്ടിൽ പണിയൊന്നുമില്ല, ഭർത്താക്കന്മാര് മക്കളെ ഒന്നും നോക്കട്ടെ, ചുമ്മാ ഒരു മൂലയിലേക്ക് വന്നിരുന്ന നുണപ്രചരണങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ കൂട്ടം മനുഷ്യരുണ്ട്. അതിന്റെ നടുവിലാണ് യേശുവിനെ ഉയർത്തുന്നത്. ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ, രണ്ടാമതൊരു ജീവിതം. ലഭിച്ച ജീവിതം ശത്രുക്കും മേശക്ക് അഭിദ്രഹനെ പോലെ ഏത് പ്രതിസന്ധി വന്നാലും, എരിയുന്ന തീച്ചൂളയിൽ വീഴേണ്ടി വന്നാലും, അപവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നാലും, ഹല്ലേലൂയ, ലഭിച്ച ജീവിതം ക്രിസ്തുവിനെ ഉയർത്തും. മരണം വരിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ നിനക്ക് തകർക്കാൻ കഴിയില്ല കേട്ടോ. നീ ദൈവമക്കളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളുകൾ കഴിയുമ്പേ നിന്റെ നാശമെടുത്തിരിക്കുന്നു, നിന്റെ കുടുംബത്തിന്റെ നാശമെടുത്തിരിക്കുന്നു, നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കാൻ പോകുന്നു. പിതാക്കന്മാർ ചെയ്യുന്ന അകൃത്യം മക്കളുടെ പേരും മൂന്നാം തലമുറ 4ാം തലമുറ പേരും വരുമെന്ന ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് കൽപ്പന തരുമ്പോൾ പുറപ്പാട് 20 ഹല്ലേലൂയ 3 വരുമ്പോൾ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് പ്രാധാന്യം, യേശുവിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ കനാനിലേക്ക് പ്രയാണം ചെയ്തു. അവരുടെ സംഖ്യ 20 ലക്ഷത്തിൽ മേലായിരുന്നുവെന്ന് ഒരു വേദപണ്ഡിതൻ രേഖപ്പെടുത്തി. അതെ, എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം 6 ലക്ഷം പേരെന്നാ. 6 ലക്ഷം പേരും അവരുടെ ഭാര്യമാരുടെ കുട്ടികളുടെ കൂട്ടുമ്പോൾ 6, 3, 18, അങ്ങനെ 18,000, ഇനി 1, 2 കുട്ടി, അങ്ങനെ 20 ലക്ഷം. പിന്നെ വലിയൊരു സമിശ്ര ജാതി ഉണ്ടായിരുന്ന അവരുടെ ഭാര്യമാരുടെ മക്കളും ഒക്കെ കൂടുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. യോശുവയുടെ പുസ്തകം വായിക്കുക ഏകദേശം 40 ലക്ഷം ഉണ്ട്. അവിടെ ആടുമാട് കന്നുകാലികളെല്ലാം ഉണ്ട്. അങ്ങനെ മിസ്രൈമിലേക്ക് യാത്ര ചെയ്ത് വന്ന ഹല്ലേലൂയ ആ ജനത്തോട് ചേർന്ന് ഒരാളായി വെണ്മയും ചുമപ്പുമുള്ള 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. ആ കർത്താവ് എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തോട്
കർത്താവ് ചേർന്ന് നടന്നു. എങ്ങനെ അവൻ ചേർന്ന് നടന്നത്? ആമി സ്തോത്രം. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും അവർക്ക് മുമ്പായി നടന്നു. നമ്മുടെ കർത്താവ് ഇസ്രായേലത്തോട് ചേർന്ന് എങ്ങനെ നടന്നേ? പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനകത്ത് വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് പറയുന്ന ദൂത്, അത് നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്നോട് കൂടെ ഇരിക്കുവാൻ യേശുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരനോട് ഞാൻ പ്രാർത്ഥനയുണ്ട്. സഹോദരൻ ഓസ്ട്രേലിയയില്ല. ആ സഹോദരന്റെ ഭാര്യ അല്ലൊരു സ്തോത്രം അവൻ ജോലിക്ക് പോയിച്ച് മടങ്ങി വരുമ്പോൾ വാഹനം അല്ലൊരു സ്തോത്രം ഒരു സഹോദരനെ തട്ടി. അത് മുഖാന്തരം ആ സഹോദരൻ ജയിലടച്ച് 2 വർഷത്തേക്ക് കഠിന തടവ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടല്ലാത്ത വണ്ടിയിടിക്കാതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് വീട്ടിൽ തന്നെ പണപ്പിക്കുന്നവർ പണപ്പിച്ചിരിക്കുക. ഭാര്യയും ഭർത്താവുമായിട്ട് 3 ഫോൺ വിളിക്കുക. അല്പസമയം മാത്രമല്ല, യാതൊരു ബന്ധമില്ല. അവർക്ക് 3 മക്കളുണ്ട്. 3 മക്കളെ സോഷ്യൽ വർക്കുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സഹോദരൻ വളരെ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ചില നാളുകളായി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, വാസേ ഇങ്ങനൊരു വിഷയമാണ്, ഞാൻ വളരെ സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്ന അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ അത്ഭുതം നടന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുക, സോഷ്യൽ വർക്കർ കുട്ടികളെ കൊണ്ടുത്തരും, അവരെ എനിക്ക് കുട്ടികൾ തരാനായിട്ടാണ് കോടതി വിധി വരുന്നത്, പ്രാർത്ഥിക്കണം പറഞ്ഞു. ഞാൻ പറയും, പ്രാർത്ഥിക്കാം. അതെ, കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വേദനയോടുകൂടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്നോടൊപ്പം ഇറങ്ങി വരും ദൈവമുണ്ടെന്ന്. അവൻ സ്വതം നിനക്ക് നിന്നോടുകൂടെ 4-മനായി, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിതൂണായി നിന്നെ അവൻ വഴി നടത്തും. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. വിദേശ രാജ്യത്ത് കടന്നുപോയി മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ചെയ്ത ജോലിയുടെ സാലറി കിട്ടാതെ അടിമയെ പോലെ ഉപദ്രവമേറ്റ് കിടക്കുന്ന, നാട്ടിൽ വന്ന് വീട്ടുകാരെ, സ്വന്തക്കാരെ, ഭാര്യയെ, മക്കളെ കാണുവാൻ കഴിയാതെ കണ്ണുനീരോടെ മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നുപോയി ജോലി നഷ്ടപ്പെട്ട്, വിസ നഷ്ടപ്പെട്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന ചില ജീവിതമുണ്ട്. വിദേശ രാജ്യത്ത് കുടുംബം പോറ്റാൻ വേണ്ടി കടന്നുപോയ ചില സൗകര്യമാർ പീഡയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അനാശാസ്യമായ ജീവിതം നയിച്ചതിന്റെ പേരിൽ അനധികൃതമായ ജീവിത സാഹചര്യം കടന്നു ജയിലിൽ കിടക്കുന്നവരുണ്ട്. എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ സങ്കടങ്ങൾ ഇറങ്ങിയിലേക്ക്, നിന്റെ സങ്കടങ്ങൾ നടുവിലേക്ക് ഈ ദൈവം ഇറങ്ങി വരും. അല്ലേ? എന്ന് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു എന്നാ നമ്മൾ 34 സംഗീതം 18 വാക്യം വായിക്കുന്നത്. അല്ലേ? എന്നിട്ട് 19 വാക്യം വരുമ്പോൾ സംഗീതം 34-19, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അല്ലേ? അവ എല്ലാറ്റിൽ നിന്ന് അവൻ യഹോവയെ വിടിയിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവവിധരാണോ? നീതിമാനായി ജീവിക്കുവാണോ? യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ മകനാണെങ്കിൽ, ദൈവത്തിന്റെ മകളാണെങ്കിൽ നിനക്ക് അനർത്ഥങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിടിവിക്കുവാൻ ദൈവശക്തനാണ്. അല്ലേ? അപ്പൊ ഇസ്രായേൽ മക്കളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമായും എബ്രായ യുവാക്കന്മാരെ, എബ്രായ ബാലന്മാരെ തീച്ചുള്ളിലിട്ടപ്പോൾ കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചു. അതാണ് എന്റെ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചു. ഹല്ലേലൂയ. വാഗ്ദത്തം എന്താണ്? നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതാണ് വാഗ്ദത്തം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 43-ാം അധ്യായം, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, ഹല്ലേലൂയ, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അതെ, തീയിൽ കൂടി നടന്നാൽ, ഹല്ലേലൂയ, നീ വെന്തുപോയ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എരിയുന്ന തീച്ചൂളയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ദൈവം നിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്തു. ഹല്ലേലൂയ. ദൈവം 4-മനായിട്ട് ഇറങ്ങി വന്നു. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പരിശ്രമാവേ, നിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവൻ ഓർക്കുന്നു. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് നീ കടന്നു പോകുന്ന കഠിനമായ ശോധനയുടെ നടുവിലേക്ക് അവൻ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ചില കെട്ടുകൾ പൊട്ടട്ട്, ചില ബന്ധനങ്ങൾ അഴിയട്ട്, ചില ആഭിചാര മന്ത്രമുള്ള ദുർഭൂത ബന്ധനങ്ങൾ, ചില ദുർസേവന ബന്ധനങ്ങൾ, എന്റെ കുടുംബത്തോട് തലമുറയോട് വ്യാപരിക്കുന്ന ചില അന്യമായ ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ കുടുംബ സ്വതന്ത്രമായി മാറട്ടെ. 4-മനായി യേശു നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാൻ നീ അവസരം കൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യും.
അവൻ നിന്നോട് കൂടെ വസിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് അപ്പൊ യേശുവിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്തു. ആ വാഗ്ദത്തത്തെ കർത്താവ് നിറവേറി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദൃഢമായിട്ട് മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൃഢമായിട്ട് പിടിക്കണം, ഉറപ്പോടെ പിടിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ് ദൈവമക്കളോട്, വിശ്വാസികളോട് വാഗ്ദത്തം കൈമാറും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം കൈമാറിക്കഴിഞ്ഞ് യോഗം കഴിയുമ്പോൾ സഹോദരന്മാരും ചോദിക്കും, ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? അന്ന് അവർക്ക് സംശയം. ഇനി അവരെ വാഗ്ദത്തം ഏറ്റെടുത്ത് ചില നാളുകൾ കഴിഞ്ഞ്, ചില ആഴ്ചകൾ കഴിഞ്ഞ വാഗ്ദത്തം നിറവേറിയില്ലേ? ഇത് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു, നാളെ വന്ന ദൈവദാസൻ പറഞ്ഞതാ, എന്നിട്ടൊന്നും സംഭവിച്ചില്ല. അത് നിനക്ക് ആ വാഗ്ദത്തം നിറവേറത്തില്ല. അവിശ്വാസമുള്ള മനസ്സിനകത്ത് ദൈവിക വാഗ്ദത്തം നിറവേറത്തില്ല. വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ശദ്രക്ക് മേശക്ക് പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചുളയിന്ന് വിടിവിച്ചാലില്ലെങ്കിലും ഞങ്ങൾ ദൂരാസഭൂമി നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ, രാജാവിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാഗ്ദത്തം നീ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്തോത്രം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഇങ്ങനെ എഴുതി 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ വാഗ്ദാനം എന്ത് ചെയ്യണം? പ്രത്യാശയുടെ സ്വീകാര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. വാഗ്ദാനം ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാവല്ല, മത നേതാക്കന്മാരെ, സംഘടനകളല്ല, ഇവിടുത്തെ സയന്റിസ്റ്റുകളിലും വാഗ്ദാനം ചെയ്തത്, ആമി എന്റെ പ്രിയൻ നിർണയിച്ചു 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന, 4-മനായി തീയിലേക്ക് ഇറങ്ങി വന്ന, സാഗരത്തെ അടക്കി ഭരിക്കുന്ന, ആമി തേജസ് പ്രാപിച്ച് മഹത്വം നിറഞ്ഞു നിൽക്കുന്ന യേശുവാണ് നിന്റെ വാഗ്ദത്തം പറഞ്ഞത്. അത് നീ വിശ്വസിക്കണം കേട്ടോ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമി, സ്തോത്രം, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും, ഹല്ലേലൂയ, എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരികയില്ല. ഹല്ലേലൂയ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും കർത്താവിന്റെ വാഗ്ദത്തം ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. അത് തീർച്ചയായും നിറവേറും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അതെ, ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോവുകയാണോ? സങ്കടത്തിലൂടെ കടന്നു പോവുകയാണോ? ഞാൻ ഒരിക്കലും പറയട്ടെ, എപ്പോഴും പറയാറുള്ളതാണ്, ഇന്ന് വീണ്ടും ഓർപ്പിക്കട്ടെ, ഓരോ ദിവസവും ഭജന കേൾക്കുന്നുണ്ടല്ലോ, നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വം മാറണം, എൻ്റെ മക്കളുടെ അരാജകത്വം മാറണം, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ ആമലടി ദൈവികതമല്ലാത്ത വഴിവിട്ട ജീവിതത്തിൽ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രസവനാവേ, ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം നിങ്ങളെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയങ്ങൾ മുഴുവൻ യേശുവിന്റെ കാര്യങ്ങൾ വെക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ കേൾക്കാൻ, സന്തോഷത്തോടെ കേൾക്കുവാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഒരു മനുഷ്യന്റെയും ഒരു വിഷയങ്ങൾ മുഴുവൻ ആരും ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ കാര്യങ്ങൾ പറയും. അവരോട് എങ്ങനെയും പോകണം, ഒരുപാട് തിരക്ക് പറഞ്ഞു പോകും. പക്ഷെ നമ്മുടെ കർത്താവ് തിരക്ക് പറഞ്ഞു പോകുന്നതല്ല. നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ കാമവിരുന്ന് കേട്ട് അതിന് മറുപടിയായി ഇറങ്ങി വരുന്നവനാണ്. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ചില കുടുംബങ്ങളിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന ജീവിതം ഒരിക്കലും മുന്നേറാൻ കഴിയാതെ ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ട് നീ പോകുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില വ്യക്തികളുണ്ട്, ബിസിനസ് ഭയങ്കര തകർച്ചയാണ്. ഒരുപാട് ലോൺ എടുത്ത്, കടമെടുത്ത്, പലരോടും കടം വാങ്ങിയ ഇത് ചെയ്തത്. പക്ഷെ ബിസിനസ്സിന് പരാജയപ്പെട്ടു. കട അടച്ചു പൂട്ടേണ്ട സാഹചര്യം വരുന്നത്. കടക്കാരോട് എന്തു പറയും? മേടിച്ചത് എങ്ങനെ കൊടുക്കും? ലോൺ എങ്ങനെ അടയ്ക്കും? വളരെ ഭാരമാണ്. എന്താ അവസ്ഥ ചെയ്യുന്നത്? ഞാനിവിടെ പറയാറുണ്ട്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കേ. ഹല്ലേലൂയ. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച അണ്ടകടാകത്തിന്റെ ഉടൻ അഖിലാണ്ടത്തെ അടക്കി ഭരിക്കുന്നവൻ, ഈ ബ്രഹ്മാണ്ടത്തിന്റെ മുഴു സൃഷ്ടാവ്, ഹല്ലേലൂയ, എരിയുന്ന തീച്ചുള്ളിലേക്ക് 4-മന് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ശ്രോതാവേ, നിന്നെ വിടിവിക്കുവാൻ, നിന്റെ ബാധ്യതകളെ തീർത്ത് നിന്നെ സ്വസ്ഥനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. അത് നിന്റെ താഴ്ച നിന്നെ ഉയർത്തുന്നവനാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 136 സംഗീതം വായിക്കുമ്പോൾ നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ എന്നേക്കുമുള്ളതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ താഴ്ചയിൽ എന്നെ കേൾക്കുന്ന മഹാപിതാവേ, സോദാവേ, നിന്റെ താഴ്ചയിൽ ഓർക്കുന്ന ദൈവമുണ്ട്. നിന്റെ താഴ്ചയിൽ നിന്റെ ഭർത്താവ് നിന്നെ ഓർക്കണമെന്നില്ല, നിന്റെ ഭാര്യ നിന്നെ ഓർക്കണമെന്നില്ല, ബന്ധുമിത്രാദികൾ നിന്നെ ഓർക്കണമെന്നില്ല, സഹോദരങ്ങൾ നിന്നെ ഓർക്കണമെന്നില്ല, നിന്റെ അയൽവാസികൾ നിന്നെ ഓർക്കണമെന്നില്ല, സഭയും കൂട്ടാളികൾ നിന്നെ ഓർക്കണമെന്നില്ല. പക്ഷേ നിന്റെ
താഴ്ചിനെ ഓർക്കുന്നവൻ ഒരുവനുണ്ട്, അവൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ഹല്ലേലൂയ. താമാർത്ത് അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്ത ആർക്കും കാണാൻ കഴിയാത്തവനുമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തെ നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ യേശുവിനോട് നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ചിലരൊക്കെ അങ്ങോട്ട് എത്രമാത്രം യേശുവിനെ പറഞ്ഞാലും അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ അവിശ്വാസം കിടക്കുന്നു. അവരുടെ ഉള്ളിൽ അവിശ്വാസം കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥമായി ഹൃദയം നിറഞ്ഞ് വിശ്വസിക്കണം. ഹല്ലേലൂയ. ശത്രു നിനക്ക് മുമ്പിൽ പല കുരുക്കുകളും കൊണ്ടുതരും. ശത്രു പലവിധം ചോദ്യങ്ങൾ കൊണ്ടുതരും. അവിശ്വാസം നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമായി? നീ ഞങ്ങളെ വിട്ടുപോയിട്ട് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് പരാജയമല്ലേ? ഇന്ന് രോഗിയായില്ലേ? നിന്റെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെ? നിന്റെ ഭാര്യയുടെ, നിന്റെ മക്കളെ സ്ഥിതി എന്തായി? അവർക്ക് പഠിക്കാൻ കഴിയും? എന്നൊക്കെയുള്ള കുടുക്ക് ചോദ്യങ്ങൾ നിനക്ക് നേരെ പലരും ഉന്നയിക്കും. ഹല്ലേലൂയ. അവിടെ ഒന്ന് പതറിപ്പോകണ്ട കേട്ടോ. യേശു നിന്നെ സഹായിക്കും. അല്ലേ? യേശു നിന്നെ സഹായിക്കുമെന്ന്. യേശു നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും, നിന്റെ പ്രശ്നങ്ങൾക്ക് ഇറങ്ങി വരും. അവൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ചില പുതിയ വാതിലുകൾ തുറക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്വഭാവേ, നിനക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. വിശ്വസിക്കാൻ കരമൊക്കെ അടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ ആരോടും പറയാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഉണ്ടായിരിക്കും. എൻ്റെ ഏരിയ കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ ആ മീറ്റിങ്ങിനകത്ത് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വെച്ചത്, എൻ്റെ പാസ്റ്ററെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. മദ്യപിച്ചില്ലാണ് കുഴപ്പമില്ല, മദ്യപിച്ചിലാണ് നല്ലതാണ്. പക്ഷെ മദ്യപിച്ച് വീടെത്തിക്കഴിഞ്ഞാൽ എന്നെയും മക്കളെ അറിയത്തില്ല, കുടുംബം നോക്കത്തില്ല, കുടുംബത്തിനകത്ത് അസ്വസ്ഥതയാ, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നിച്ച് കിടക്കാൻ പറ്റത്തില്ല, ഒന്നിച്ച് പാർക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ മദ്യപാനത്തിന് മോചനത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. അങ്ങനെ എത്ര കുടുംബങ്ങൾ, അങ്ങനെ എത്ര കുടുംബങ്ങൾ ഇന്ന് ചോദിക്കട്ടെ, എത്ര കുടുംബത്തിലെ മാതാപിതാക്കൾ കണ്ണതിലൂടെ കൂടി കടന്നു വന്നു മക്കളുടെ അവർ വഴിവിട്ട് ജീവിത മുഖാന്തരം. മക്കൾ ചോദിക്കുന്നവനെ, നിങ്ങളുടെ മക്കൾ ചോദിക്കുന്നവനെ ആമ ഇഷ്ടമുള്ള ഏറ്റവും വില കൂടിയ വണ്ടികളൊക്കെ എടുത്താൽ കൊടുക്കുക. അവർ ചോദിക്കുന്നതനുസരിച്ച് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക. അവർ ചോദിക്കുന്നതനുസരിച്ച് അവർ കൈമടക്ക് കൊടുക്കുക. അവർ ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോന്നും ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അവൻ തകരുക. എന്നെ കേൾക്കുന്ന മാതാവിൽ നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരു നിയന്ത്രണം ഉണ്ടാകണം. തെറ്റിന് തെറ്റാന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടിക്കാണിച്ച് അതിനവരെ മടക്കിക്കൊണ്ടുവരണം. എൻ്റെ ഏരിയ അതുകൊണ്ടാണ് പല കുടുംബങ്ങളും മാതാവ് കണ്ടില്ല. ഇവരെ മക്കളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, ഭാര്യയെ കുറിച്ച് ഓർത്ത്, അവിഹിത ബന്ധം, ഭർത്താവ് അറിയാത്ത അവിഹിത ബന്ധം കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ കുടുംബമൊക്കെ എങ്ങനെ ജയിക്കും, എങ്ങനെ അവൻ രക്ഷപ്പെടും? ആ കുടുംബത്തിനകത്തൊക്കെ ശാപമാ. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ കാസർഗോഡുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോള് ഭർത്താവിനെ അനുസരിക്കുന്നില്ല, ഭർത്താവ് പറഞ്ഞ് കേൾക്കത്തില്ല, അവൻ എന്തു പറഞ്ഞാലും അവനോട് ഭയങ്കര എതിർപ്പാ, കോപമാ. എന്നാൽ എൻ്റെ മരുമോൻ നല്ലവനാ, നല്ല സ്വഭാവമുള്ളവനാ, പക്ഷെ എൻ്റെ മോള് എൻ്റെ ഭർത്താവിനെ അവരുടെ ഭർത്താവിനെ അംഗീകരിക്കത്തില്ല. അവളിലേക്ക് രോഗശക്തി കയറി, സാത്താന്യ ശക്തി കയറി. ആ കുട്ടിയുടെ മനസ്സിനെ പിശാച് അവൻ കുരുടാക്കി. സ്വന്തം ഭർത്താവിനെ കൂടി സ്നേഹിക്കാൻ കഴിയാതെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു ദിവസം പല നാളുകൾ പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കൽ സൗകര്യം വിളിച്ചിട്ട് പറഞ്ഞു, മകൾക്ക് ദൈവം വലിയൊരു മാറ്റം കൊടുത്തു. അതെ, ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ അസമാധാനത്തെ മാറ്റിത്തരുവാൻ യേശുവിന് കഴിയുമെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്, നാലാമത്തവന്റെ രൂപം ഒരു ദൈവദൂതൻ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നിന്റെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വരട്ടെ, യേശു ഇറങ്ങി വരട്ടെ. ഒരുപക്ഷെ നിനക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് യേശു വരുമോ? എന്റെ ഈ ഓലമേഞ്ഞ ഭവനം, ഈ ഷീറ്റിട്ട വീട്, ഈ കുത്തിചാരി മറച്ച വീട്, എല്ലാവർക്കും വലിയ കെട്ടിടങ്ങൾ, സൗധങ്ങളുണ്ട്. എല്ലാവർക്കും വലിയ വലിയ ബംഗ്ലാവ്, AC-യുള്ള വീട്, വലിയ പെയിന്റ് അടിച്ച് വലിയ വലിയ മതിൽക്കെട്ടൊക്കെയുള്ള വീടുകൾ, അവിടെ യേശു വരുവുള്ളൂ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, കുത്തിമറച്ച വീടാണെങ്കിൽ നിന്റെ ഭവനത്തിലേക്ക് യേശു ഇറങ്ങി വരും. ഞാനൊരു സഹോദരനോട് സുവിശേഷം പറഞ്ഞു. സഹോദരൻ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞുകൊണ്ടേ ആ സഹോദരൻ, സാറേ നിങ്ങളൊക്കെ എനിക്ക് ഞങ്ങളെങ്ങനെ വരുന്നേ, നിങ്ങളെനിക്ക് വന്നാൽ നിങ്ങൾ സ്നേഹിക്കും, ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളും ഞാനും തുല്യമാ. നിങ്ങളെ എന്നെ ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നത്. അവിടെ ദൈവത്തിന് മുഖവ്യത്യാസമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മളെ ഒരുപോലെ സ്നേഹിക്കുന്നവനാ. ആ സഹോദരനെ പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ആ സഹോദരൻ ഞാൻ ദൈവസേനയ്ക്ക് വരാം.
അല്ലേരിയ ഞാൻ പ്രാർത്ഥിച്ചു. അല്ലേരിയ ഇന്ന് കുടുംബ സമാധാനത്തോടെ പോവുകയാണ്. അല്ലേരിയ അത് ദൈവത്തിന്റെ സമാധാനത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്തെ അസമാധാനത്തെ മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മളെ സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാട്ടെ, എത്രയോ കുട്ടികളാണ് വഴിവിട്ട ജീവിതം നയിക്കുന്നത്. എത്ര കുട്ടികൾ ഭവനത്തിലേക്ക് പിതാക്കന്മാർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്തുമാത്രം വീടി, സിഗരറ്റും എന്തുവേണ്ട സകല മയക്കുമരുന്നും കൊണ്ട് വന്നിട്ട് കുട്ടികളെ മുമ്പിൽ തന്നെ ഇത് വലിച്ചും കുടിച്ചും ഒക്കെ കാണിക്കുന്നത്. പിന്നെ നിന്റെ മക്കള് ആ വഴിയിട്ട് പോകാതിരിക്കുമോ? നീ ചെയ്യുന്നതാ നിന്റെ മക്കൾ കണ്ടുപിടിക്കുന്നത്. നീ നല്ലവണ്ണം ജീവിച്ചാൽ, നല്ലത് പറഞ്ഞ് പഠിപ്പിച്ചാൽ, ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെ മക്കളെ വളർത്തിയാൽ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ നിന്റെ കുടുംബം ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കും. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് നിങ്ങളുടെ കുടുംബത്തിനകത്ത്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, നമുക്കറിയാം പല സമയങ്ങളിലും മനുഷ്യരായി നാം വിശ്വസ്തതയില്ലാത്തവരായി കാണുന്നു. നമ്മൾ പല സമയം വിശ്വസ്തയില്ല, ദൈവത്തോട് ഒരു വിശ്വസ്തയില്ല നമ്മള്. കാരണം നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം വായിക്കും കാണുന്നത് സ്തോത്രം, വിശ്വസ്തയില്ല കാണുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അതിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 2 തിമോഥെയോസിന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്: നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അത് നാം ദൈവസ്ഥയിൽ അവിശ്വസ്തനായി മാറിയാലും നമ്മുടെ ദൈവം ഒരിക്കലും അവിശ്വസ്തനായി മാറുന്നില്ല. അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ല. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ്. ഭോഷ്ക് പറയാൻ അവന് കഴിയില്ല, തന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ല, ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കാൻ അവന് കഴിയില്ല. അത് നാം ഒരിക്കലും ദൈവത്തോട് അവിശ്വസ്തരായി മാറരുത്. നാം ദൈവത്തോട് വിശ്വസ്തനായി നിൽക്കണം. ദൈവത്തോട് വിശ്വസ്തനായി നിന്നാൽ അവൻ നമ്മോടുകൂടെ വിശ്വസ്തനായി പാർക്കും. അല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും വിശ്വസ്തത നിലനിർത്തണം. എന്നാൽ വിശ്വസ്തത, സത്യസന്ധത, വിശുദ്ധി, അതാണ് നമ്മൾ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ കളവ് പിടിച്ച മാലിന്യ കൂമ്പാരങ്ങളിലേക്ക്, ചണ്ടി കൂമ്പാരങ്ങളിലേക്ക് അല്ലേലൂയ നീ വഴുതി വീഴരുത്. അല്ലേലൂയ. രക്തം ചെയ്യും നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ ശത്രു എത്ര പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അല്ലേലൂയ. നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്കൂൾ വിട്ട് പുറത്തൊക്കെ പോയി ചേരുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ബാഗൊക്കെ ഒന്ന് വാങ്ങണം. ബാഗൊക്കെ വാങ്ങിയിട്ട് അത് മുഴുവൻ ഒന്ന് പരിശോധിക്കണം. ബുക്കുകളൊക്കെ തുറന്ന് പരിശോധിക്കണം. ഈ ബുക്ക് പൊതിഞ്ഞിരിക്കുന്നതിന്റെ പേപ്പറൊക്കെ ഒന്ന് അഴിച്ച് നോക്കണം. വീണ്ടും ഒന്ന് പൊതിഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല. അതിനകത്തൊക്കെ ഈ മയക്കുമരുന്നും ലഹരിയൊക്കെ ഒളിപ്പിച്ച് മക്കൾ കൊണ്ടുവരുന്നത്. അല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടികളുടെ ബാഗിനകത്തും മദ്യം, വിദേശ മദ്യം. അല്ലേലൂയ. മറ്റൊരു കുട്ടിയുടെ ബാഗ് തുറന്നപ്പോൾ അമ്മയുടെ മോതിരം മോഷ്ടിച്ച് 10,000 രൂപ ബാഗിനകത്ത്. ഈ കുട്ടികളുടെ പ്രവൃത്തിയും കുട്ടികളുടെ ഇടപാടുകളും സംസാരങ്ങളും അവരുടെ രീതികളും ഒക്കെ കണ്ട് ടീച്ചർക്ക് സംശയം തോന്നി. ടീച്ചർ അവരെ വിളിച്ചു ശക്തമായി സ്തോത്രം അവരെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവരെ കൗൺസിൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവർ പരീക്ഷ തീരുന്ന ദിവസമല്ലേ, പരീക്ഷ തീർന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വിദേശമദ്യം വാങ്ങിക്കൊണ്ടിരിക്കുക സ്കൂളില്. പണ്ടൊക്കെ നമ്മുടെ സ്കൂൾ എന്തായിരുന്നു? അധ്യാപകർ എന്ന് പറയുമ്പോൾ ഭയം ഉണ്ടായിരുന്നു. അല്ലേരിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഭയമില്ല. അതിന് പല രീതികൾ പറയാം. അന്ന് പണ്ടത്തെ ഞങ്ങളൊക്കെ പഠിക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഓരോ കണക്ക് ടീച്ചർ വരുമ്പോൾ, അല്ലെങ്കിൽ കണക്കധ്യാപകം വരുമ്പോൾ, മലയാളം പഠിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും, സംസ്കൃതം പഠിപ്പിക്കുന്ന സാമൂഹികപാഠം പഠിക്കുന്ന അധ്യാപകം വരുന്നു പറയുമ്പോഴത്തേനൊക്കെ ഭയങ്കര വിറയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതിക്കൊണ്ട് വന്നിൽ പഠിക്കാനുള്ള പഠിച്ചില്ലെങ്കിൽ നല്ല ചാട്ടവാറ് കൊണ്ടടി നല്ല തുടക്കി ചന്തയ്ക്ക് കിട്ടുമായിരുന്നു. കൂടാതെ നല്ല കിഴുക്ക് കിട്ടുമായിരുന്നു. ചെവിയിലും കക്ഷത്തിലും കാലിന്റെ തുടയിലും ഒക്കെ തിരിയും. അത്രമാത്രം അധ്യാപകരെ പേടിയുണ്ടായിരുന്നു. തലമുറ അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. എന്നാൽ ഇന്നത്തെ കാലം അധ്യാപകരെ ഭയമില്ല. ഇന്നത്തെ അധ്യാപകർ കുട്ടികളൊപ്പം കൂത്താടി നടക്കുന്നു, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികൾ വഴിപിടിച്ചു പോകുന്നു. അതെ, സ്കൂളിൽ കുട്ടികൾക്ക് കർശന നിയന്ത്രണം കൊടുക്കണം. സ്കൂളിൽ കുട്ടികളെ മാരകമായി അല്ല ഉപദ്രവിക്കുന്നു, മാതൃകാപരമായി അവർ ശിക്ഷിക്കട്ടെ. അവർ നല്ല നിലയിൽ വളർന്നു വരട്ടെ. അല്ലെങ്കിൽ ഇതിന്റെ കുടുംബം കണ്ണുന്നില്ലായിരിക്കും. പ്രൈസറും എത്ര വാർത്തകളാണ്, ഹൃദയം പിടിപ്പിക്കുന്ന വേദനകളിലെ ഓരോ ദിവസം കാണുന്നത്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാനേ പറ്റത്തില്ല, ടിവിയുടെ മുമ്പിൽ നിന്നും വാർത്ത കേൾക്കാനേ പറ്റില്ല. അത്ര ചങ്ക് തകരുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. സ്തോത്രം. 10, 12, 15 വയസ്സായ പെൺകുട്ടികളൊക്കെ സിഗരറ്റും കഞ്ചാവും ഒക്കെ ബസ് സ്റ്റേഷനിലും ബസ് മൂലയിലും ഹോട്ടലുകളിലും ഒക്കെ മാറി ഒളിഞ്ഞു നിന്ന് കൂട്ടമായിട്ടൊന്ന് വലിക്കുന്ന എത്രയോ ദയനീയമായ, എത്രയോ പരാജയപ്പെട്ട കാഴ്ചകളാണ് കാണുന്നത്. ലേരിയ. അതെ, ചെയ്ത നിന്റെ കുടുംബത്തിനകത്ത് 4-ാമനായിട്ട് യേശു ഇറങ്ങി വരട്ടെ.
നാലാമനായ യേശു നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്തിന്റെ മക്കളെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കേ. നിന്റെ മക്കളെ നേരെയാക്കിയെടുക്കാൻ നന്നാക്കിയെടുക്കാൻ യേശു കർത്താൻ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, അവൻ ദൈവജനമാണ്. വ്യാജം പറവാൻ മനുഷ്യനിൽ അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല എന്ന് നമ്മൾ സംഖ്യാപുസ്തകം 23:19 വായിക്കുന്നുണ്ട്. വ്യാജം പറയാൻ നമ്മുടെ ദൈവം അവൻ മനുഷ്യനല്ല, അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കൽപ്പിച്ചത് ചെയ്യുമെന്നേ. ഒരിക്കലും വ്യാജം പറയത്തില്ല ദൈവം. അനുദവിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല, അവൻ കൽപ്പിച്ചത് ചെയ്യും. ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. മാത്രമല്ല യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടിയിരിക്കും എന്നുള്ള വാഗ്ദത്തം ആവർത്തിച്ച് യാക്കോബിന് നൽകുന്ന യെശയ്യാവിന്റെ 41:10 കാണാൻ കഴിയും. പുഴുവായ യാക്കോബ്, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. 41:14 കാണുന്നുണ്ട്. അതെ, യെശയ്യാ 44:10 കാണുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ ആശ്രയിക്കാം. ഞാൻ നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കാം. വേലകൾക്ക് നമ്മുടെ സ്നേഹിത, നിങ്ങൾക്കെതിരായി വരുന്ന ശോധനകളും പരീക്ഷകളും അതേതെല്ലാം നിലയിൽ വന്നാലും നിങ്ങളെ സൂക്ഷിക്കുവാൻ കർത്താവുണ്ട്. ശത്രുക്ക് മേശക്കവിനെ എരിയുന്ന തീച്ചുള്ളി ഇട്ട് കളഞ്ഞേരും നാലാമനായി ഇവന് ഇറങ്ങി വന്നവരെ വിടുവിച്ച് അത് കണ്ട നെബൂഖദ്നേസർ രാജാവ് പ്രവിച്ചു പോയില്ലേ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, ഇതിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരും ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്, അതിന് നല്ല യേശു ഇറങ്ങാൻ പോവുക. വിശ്വാസത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കും. കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിനായി, തലമുറ ഗവൺമെന്റ് പ്രാർത്ഥനകൾക്കായി, അന്യസംസ്ഥാന തൊഴിലാളി കേരളത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള 800 കോടി ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിൽ, ബാല്യം, കൗമാരി, യൗവനത്തിൽ, വാർത്തയും ഗ്രാമീണ വൃത്തന്റെ വശങ്ങൾ, യാചക, ഓർഫനേജ്, ജോർജൻ തടവറയിലായിരിക്കുന്ന സകല ജനതയും, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെ അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ, കത്തണ VCR സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലിക നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാംശ വാർത്തകൾ പ്രാർത്ഥിക്കുന്ന പോലീസിന്റെ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്ന, ജുഡീഷ്യൽ സെക്ഷനുകൾ പ്രാർത്ഥിക്കുന്ന, ഫയർഫോഴ്സ്, എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രഹസ്യാന്വേഷണ CBI, ഇന്റർപോൾ എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്ന ക്രൈം ബ്രാഞ്ചിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും ദൈവസാന്നിധ്യം വെളിപ്പെട്ടിട്ട് മദ്യവും മയക്കുമരുന്ന് സുലഭമായി ദേശത്ത് പൊട്ടി ഒഴുകുമ്പോൾ അനേക കുടുംബങ്ങൾ, തലമുറകൾ, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ വരുന്നു. അനേക കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി മാറുമ്പോൾ, അനേക കുടുംബജീവിതം തകരുമ്പോൾ, ഈ കുടുംബങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ടുവിട്ടേക്കണം. മത, സാമൂഹ്യ, സാംസ്കാരിക, ചരിത്രം, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണപക്ഷ പാർട്ടികളും മാനസാന്തരപ്പെടുവാൻ ദൈവങ്ങളെ പാപത്തിന് സകല കൂട്ടി ശാപത്തിന് ജനം പുറത്തുനിന്നായി പ്രാർത്ഥിക്കുന്നു. കൺഷൻ രംഗം, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ട്രൈസിന്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, കടൽവരെ മത്സ്യത്തിന് ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവരെ, കർത്താവി പാടത്തും പറമ്പിലും ബോഡിയിലും കണ്ണോടും മണവിനോടും തനിയോടും പണിയെടുക്കുന്ന, വിയർപ്പ് ചോരയാക്കി പണിയെടുത്ത് കുടുംബം പോറ്റാൻ അധ്വാനിച്ചുകൊണ്ടിരുന്നതിനെ ചൂഷണം ചെയ്യുന്ന ഇവിടുത്തെ മദ്യരൂപികളെ, മയക്കുരൂപികളെ, കോട്ടപ്പണി ദൈവം സന്ദർശിക്കണമേ. അവരൊക്കെ ദൈവം തുടച്ചു നീക്കുവാൻ അനേക കുടുംബങ്ങളെ തകർക്കുന്ന ഈ സാത്താന്യ രൂപികളെ, പിശാചിന്റെ ഈ കിങ്കരന്മാരെയൊക്കെ ദൈവം സന്ദർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രം ആഴക്കടലിൽ പണിയെടുക്കുന്നവർ, കരിയിലും കടലിലും കരികളൊക്കെ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വതന്ത്രം, വലുതും ചെറുതായി വ്യാപാരി, വ്യവസായം, വഴിയോടെ കച്ചവടക്കാർക്കായി, ശീലമേൽ കാശ്മീർ പണിയെടുക്കുന്നവർ, വിദേശ രാജ്യം കഷ്ടത്തിൽ നൊമ്പരപ്പെടുന്ന വിവിധ നിലവിലെ വേദന അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, മാനസിക നാശത്തിൽ കിടക്കുന്ന, മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, ജീവിതം തങ്ങളുടെ വൈകല്യങ്ങളെ മാരകമായി വ്യാധികൾ ഭാരപ്പെടുന്നവർ, സർജറി വിധേയപ്പെട്ടവർ, സർജറി പണമില്ലാതെ, ഭവനമില്ലാതെ, സ്ഥലമില്ലാതെ, ഉള്ള പണം ചെത്തി നടവ് നേടുന്നവർ, വിവാഹത്തിൽ സൗകര്യമാർ, തലമുറകളുടെ നല്ല ഭാവിക്കായി അവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഹല്ലേലൂയ. വിവിധ നിലകളിൽ കർത്താവായിരിക്കുന്ന ജനത്തെ ദൈവ സന്ദർശിപ്പാൻ അടിയാകണമേ. സമാധാനം എല്ലാ മേഖലയിൽ കർത്താവ് അയക്കണനായി യേശുവിന്റെ കരങ്ങളിൽ കേരളത്തിൽ, ലോക രാജ്യങ്ങളിൽ കർത്താവിന്റെ വേദനയിച്ച് കടന്നുപോയി ദേശം, രാജ്യം, രാഷ്ട്രം വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസിദാസന്മാർ, കുടുംബങ്ങളെ അനുകരിക്കണമേ. കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്നു, യാത്രയിൽ വാഹനം സെയിൽസ് ചെയ്യുന്നവരെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ. അപകടങ്ങൾ പെരുകുന്നു, അനർത്ഥങ്ങൾ വരുന്ന ജീവൻ പുലിയന്റെ നിലവില് വാഹനം ഓടിക്കും വളരെ പരിജ്ഞാനത്തോടെ ഒരു ജീവനെ തകർക്കാതെ വളരെ സുരക്ഷിതമായി സാവധാനം വാഹനം ഓടിക്കുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുടെ വിടുതൽ സ്വസ്ഥതയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്റെ ദൈവനീതി വെളിപ്പെടണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.